തുളസി അറുത്ത് എന്തിനാണ് ചെവിക്കു പുറകിൽ വെക്കുന്നത്? ചെവിക്കു പിറകിൽ തുളസി ചൂടാൻ പഴമക്കാർ തയ്യാറായത് വെറുതെയല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആഗിരണ ശക്തിയുള്ള സ്ഥലം ചെവിക്കു പിറകിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് അധിക നാളായിട്ടില്ല. തുളസിയുടെ ഔഷധ ഗുണത്തെപ്പറ്റി ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള തുളസിയുടെ ഔഷധ ഗുണം എളുപ്പത്തിൽ ചെവിക്കു പിന്നിലെ ത്വക്കിലൂടെ ആഗിരണം ചെയ്യപ്പെടും. ഇതുകൊണ്ടാണ് ചെവിയിൽ തുളസി ചൂടാൻ പഴമക്കാർ നിർദ്ദേശിച്ചതും അവർ അങ്ങനെ ചെയ്തിരുന്നതും. പഴയ ഭവനങ്ങളിലെല്ലാം തന്നെ തുളസിത്തറ കെട്ടി ആ ദിവ്യചെടിയെ സംരക്ഷിച്ചു പോന്നിരുന്നതായി കാണാം. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കിഴക്കുവശത്ത് നിന്നുള്ള വാതിലിന് നേരയ്ക്കായി വണ്ണം ഗൃഹത്തിൽ തുളസിത്തറ നിർമ്മിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. വീട്ടിലെ തറ ഉയരത്തിനേക്കാൾ താഴ്ന്നതാവാതെ നിശ്ചിത വലുപ്പത്തിൽ വേണം തുളസിത്തറ നിർമ്മിക്കേണ്ടത്. തുളസിത്തറയിൽ നടാനായി കൃഷ്ണ തുളസി തിരഞ്ഞെടുക്കേണ്ടതാണെന്നും വിധിയുണ്ട്. തുളസി ചെടിയുടെ സമീപത്ത് അശുദ്ധമായി പ്രവേശിക്കാൻ പാടില്ല. നാമം ജപിച്ചുകൊണ്ടായിരിക്കണം തുളസിയുടെ പരിസരത്ത് ചെല്ലേണ്ടത്. തുളസിയെ ദിവസവും 3 തവണ പ്രദക്ഷിണം വെക്കേണ്ടതുമാണ്. പ്രസീത തുളസി ദേവി പ്രസീത, ഹരിവല്ലഭേക്ഷി രോധമതനോദ്ഭൂതേക്ഷി രോധമത്വം നമാമ്യഹം. തുളസി ചെടിയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്. തുളസിപ്പൂവ് ഇറക്കുമ്പോഴും മന്ത്രം ചൊല്ലണം. തുളസ്വമുദ സംഭൂത സദാത്വം കേശവപ്രിയ കേശവാർത്ഥം ലുനാമി ത്വാം വരദ ഭവശോഭനെ. സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും തുളസിപ്പൂ പറിക്കാൻ പാടില്ലെന്നും വിധിയുണ്ട്. പൂജയ്ക്കല്ലാതെ തുളസിപ്പൂ വറുക്കാനും അനുവാദമില്ല.